നോമിനേഷൻ കൊടുത്ത ഭൂരിഭാഗം ആളുകളും പിൻവലിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ പ്രാവശ്യം കാണുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ജനാധിപത്യത്തിൽ കുറേ നോമിനേഷൻ വരുന്നത് നല്ലതാണ്, പക്ഷെ പിൻവലിയുന്നത് നല്ലതല്ല. ശരി, എന്തുകൊണ്ടായിരിക്കും? എന്താണെന്ന് വെച്ചാൽ ഇവർ സീരിയസ് അല്ല, മനസ്സിലായില്ലേ? ഇത് ഒന്നാമത് പറഞ്ഞിട്ടേ, മോഹൻലാലും മമ്മൂട്ടിയും അങ്ങനെ അതുപോലെ ഇന്നസെൻ്റും ഒക്കെ ഓർത്തോളം കാലം നമുക്കൊന്നും ഒരു ചാൻസ് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവാം, മനസ്സിലായില്ലേ? അപ്പോൾ മോഹൻലാലും ആരോടുകൂടി ഇതിൻ്റെ സിനാരിയോ ഒന്ന് മാറ്റി, ഒരു സിനാരിയോ മാറി വന്നു. അപ്പോൾ എങ്ങനെ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ എല്ലാവരും കൊടുത്തു, ഞാൻ കൊടുക്കുക, അങ്ങനെ വന്നത്. പിന്നീട് കൊടുത്തതിന് ശേഷമാണ് അവർ തിരിച്ചറിഞ്ഞത് ഇത് ആരോഗ്യകരമല്ല. ഒരു തരത്തിലുള്ള മത്സരബുദ്ധിയോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു പ്രതിഷേധത്തിൻ്റെ പേരിലല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാവർക്കും ആ സ്ഥാനങ്ങളിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ എൻ്റെ നോമിനേഷൻ കൊടുക്കുന്നു. അപ്പോൾ എത്ര പേരാണ് ഓപ്പോസിറ്റ് ഇങ്ങനെയൊക്കെ അറിയില്ലല്ലോ. ഈ ബോക്സ് പൊട്ടിച്ചതിന് ശേഷമാണ് അറിയുന്നത് ഇത്രയും പേരുണ്ടെന്നാണ്. അപ്പോൾ അവർക്ക് തോന്നിക്കാണും, അയ്യോ ഞാൻ ചെയ്തത് ശരിയല്ല, കാരണം ഞാനിത് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ. അങ്ങനെയാണ് എല്ലാവരും പിൻവലിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ ഇപ്പോൾ 2 പേരുള്ളൂ, മറ്റേത് 6 പേരുണ്ടായിരുന്നു. അവരെല്ലാം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പിക്ചർ ക്ലിയറായി. ഒരു ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോസസ്സ്.